ഹലോ എവരിവൺ. നമ്മൾ വിശ്വാസത്തെ പറ്റി പലയിടത്തുമായിട്ട് കേട്ടിട്ടുണ്ട്. അതൊരു കടലാസ് കഷ്ണത്തോട് ഉപമിച്ചത് അല്ലേ? ഒരു വിശ്വാസവഞ്ചന സംഭവിക്കുന്ന സമയത്ത് ഒരു പേപ്പർ ചുളുങ്ങുകയാണെങ്കിൽ, പേപ്പർ ചുരുണ്ടു പോവുകയാണെങ്കിൽ വീണ്ടും നമ്മളത് എത്ര നിവർത്താനായിട്ട് ശ്രമിച്ചാലും അത് പഴയ പടിയാവില്ല എന്നുള്ളത്. എന്തുകൊണ്ടാണ് നമ്മളൊരു വ്യക്തിയുടെ അടുത്ത് വിശ്വാസവഞ്ചന കാണിക്കേണ്ടി വരുന്നത്? നമുക്ക് അവരോട് പേടിയാണ്. ഞാൻ ഇക്കാര്യം ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം നഷ്ടപ്പെടുമോ, അല്ലെങ്കിൽ അത് അവരിപ്പോൾ അറിഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രശ്നമാവോ, ഈ രീതിയിൽ നമ്മൾ ചിന്തിക്കുന്ന സമയത്താണ് നമുക്ക് ഉള്ള കാര്യം ഓപ്പണായിട്ട് തുറന്നു പറയാനായിട്ട് സാധിക്കാത്തത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു ചില്ലുപാത്രം അത് നിലത്ത് വീണു പൊട്ടി, അത് വീണ്ടും എത്ര ഒട്ടിച്ചാലും അത് പഴയപടി ആവില്ല എന്ന് പറയുന്നത് പോലെ തന്നെ വിശ്വാസവഞ്ചന കാണിക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു മുറിവ്, ആ മുറിവിനേക്കാൾ എത്രയോ ചെറുതായിരിക്കും നമ്മൾ തമ്മിൽ ഒരു എന്ത് പ്രശ്നമാണ് ആ ഒരു പ്രശ്നം പറയുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു പിണക്കം, അല്ലെങ്കിൽ ആ സമയത്ത് ഉണ്ടാവുന്ന ഒരു കുറഞ്ഞ സമയത്തേക്കുള്ള, അല്ലെങ്കിൽ ഒരു ദിവസത്തേക്കുള്ള ഒരു പിണക്കത്തിനേക്കാൾ എത്രയോ കാഠിന്യമായതായിരിക്കും വിശ്വാസവഞ്ചന കാണിക്കുന്ന സമയത്ത് ഉണ്ടാവുന്നത്. ഈ ഒരു വിശ്വാസവഞ്ചന ഒരാളിൽ നിന്നുണ്ടാവുന്ന സമയത്ത് ആ വ്യക്തി അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പെയിൻ എന്താണെന്ന് വെച്ചാൽ, ഇനി ഞാൻ എന്ത് കാര്യം വിശ്വസിക്കാം, ഇവർ പറയുന്ന ഏത് കാര്യത്തെ എനിക്ക് വിശ്വസിക്കാനാവും, ഇതെല്ലാം ശരിയാണോ, കറക്റ്റാണോ? അതായത് ആ ഒരു വ്യക്തിയുമായിട്ടുള്ള തുടർന്ന് അങ്ങോട്ട് പോകേണ്ട ഓരോ ബന്ധങ്ങളിലും നമ്മളായിട്ടൊരു സംശയം ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി എന്തെങ്കിലും കാര്യത്തിൽ നമ്മുടെ ഏറ്റവും അടുത്ത ആളുകളോട് നമുക്കൊരു നുണ പറയേണ്ടി വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു വിശ്വാസവഞ്ചന കാണിക്കാൻ പോകുന്ന ഒരു സമയത്ത്, അല്ലെങ്കിൽ അവരോട് ഭയന്ന്, അല്ലെങ്കിൽ അത് ഇപ്പോൾ അവരറിയണ്ട എന്ന് വിചാരിച്ച് നമ്മളത് മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് നമ്മൾ ഒന്നുകൂടെ ഒന്ന് ആലോചിക്കുക. ഇതിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അപ്പോഴേ കഴിയും. ആ ഒരു പ്രശ്നം ഒരു ചെറിയ കുറഞ്ഞ സമയത്തിനുള്ളിൽ അത് സോൾവ് ആയി പോകും. അത് ഒരു ഡീപ്പിലേക്കുള്ള ഒരു മുറിവായിട്ട് നമുക്ക് കൊണ്ടുപോകണം എന്നുള്ളത് നമുക്കൊന്ന് ആലോചിക്കാം. താങ്ക് യു.